ഹായ്, ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമല്ല. ഇത് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, പിന്നെ നമ്മുടെ വണ്ടി കുറേ ട്രാവലിങ്ങിന് ശേഷം ഭയങ്കര അഴുക്കായിട്ടിരിക്കുക. അപ്പോൾ ഈ വണ്ടി ഒന്ന് കാർ വാഷിന് കൊടുക്കണം. അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇവിടുത്തെ സ്ഥലങ്ങളും നമുക്കൊന്ന് കാണാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഉള്ളത് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മഴയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഔട്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുകയെന്ന് വെച്ചാൽ ഏകദേശം ഞങ്ങൾ ഇപ്പോഴും 7 ദിവസത്തിന് മുകളിലായില്ലേ നമ്മളിപ്പം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ടൈം കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അതിനുശേഷം ഞങ്ങൾ വണ്ടി ഒന്ന് കഴുകാനെ കൊണ്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ എടുക്കാം. ആ ലെറ്റർ ബോക്സിൽ എന്തോ ഉണ്ടോ നോക്കി. നത്തിങ്. അപ്പോൾ ഇതൊന്നുമില്ല. ഭയങ്കര തണുപ്പാണ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ എൻ്റെ ജാക്കറ്റ് വണ്ടിക്കകത്ത് ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ജാക്കറ്റ് ഇടാതെ പോകുന്നത്. ഇപ്പോൾ ജാക്കറ്റ് ഇടാതെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അപ്പം വണ്ടി കിടക്കുന്നത് ഞങ്ങളുടെ പാർക്കിങ്ങിലാണ്. അപ്പോൾ പാർക്കിങ്ങിൽ പോയിട്ട് വേണം ഇനി അതിനകത്ത് ഇതെല്ലാം എടുക്കണം. ഞങ്ങളുടെ പാർക്കിങ് വേറെ ഒരാൾ കൊണ്ടുവന്ന് ഇട്ട്. ഇതാണ് നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം വണ്ടി ഫുള്ള് സ്പോർട്സ്. ഇതിനെ ഒന്ന് കഴുകി കുട്ടപ്പനാക്കണം. അതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. അയ്യോ, എത്രയും ചെള്ളയോ എൻ്റെ അമ്മോ. യെസ്, ഇന്ന് കുറച്ച് പരിപാടിയേ ഉള്ളൂ, പെട്ടെന്ന് തീരും. എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഹേസൽ ഗ്രൂ ആണോ? അയ്യോ, പള്ളി. ഒരു കാണിച്ചു തരുന്നുണ്ടോ? താങ്ക് യു. ഇത് കാണിച്ചു. ഇതാണ് നമുക്ക് കിട്ടിയ അപ്പോയിൻമെന്റ് കിട്ടിയ ക്ലിനിക്ക് ഇതാണ്. ഫസ്റ്റ് ടൈമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുകൊണ്ട് അറിയാൻ പാടില്ല ഇത് എങ്ങനെയാണ് കയറുന്നതെന്ന്. ആദ്യം വിചാരിച്ച് ഇവിടെ ആയിരിക്കുമെന്ന്, പക്ഷേ അവിടെ അല്ലായിരുന്നു. അതിൻ്റെ അപ്പുറത്തൂടാണ് കയറേണ്ടത്. അവിടെ നമുക്ക് കൂടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇരുന്നപ്പം എന്തൊക്കെയോ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു മ്യൂസിക്. അങ്ങനെ ഹോസ്പിറ്റലിൽ കാര്യമെല്ലാം കഴിഞ്ഞ് ഇനി വണ്ടി കഴുകുന്നത് ഹാൻഡ് വാഷിൽ കൊടുക്കണോ അതോ നമ്മളിങ്ങനെ കയറി ഇറങ്ങി വരുന്നൊരു സാധനമുണ്ട്, അത് വേണമെന്നാണ് ഡൗട്ട്. അപ്പോൾ ഇതേ കിടക്കുന്ന അഴുക്കൊക്കെ കണ്ടിട്ട് ഹാൻഡ് വാഷിന് കൊടുക്കണോ അതോ അതിൻ്റെ ഒരു ഡൗട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നോക്കാം, ഇവിടുന്ന് അടുത്തുള്ള ഏതാ നോക്കാം. അപ്പം നമ്മളൊരു കാർ വാഷിലാണ് വന്നിട്ട്, ഹാൻഡ് കാർ വാഷാണ് നമ്മൾ എടുത്തത് കേട്ടോ. നീ വണ്ടിക്കകത്തിരുന്നു, അത് കുഴപ്പമില്ല. അകം ചെയ്യണ്ടല്ലോ, നമുക്ക് പുറം ചെയ്യാം. നോക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ നാട്ടിലെ പോലെ തന്നെയാ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. വളരെ പെട്ടെന്നാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് വണ്ടി നമ്മുടെ ബോഡിയൊക്കെ ഫുള്ള് വാഷ് ചെയ്ത് സെറ്റപ്പാണ്. ഇങ്ങനെയുള്ളിടത്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഇവർ ഈ കാർഡ് പേയ്മെൻ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവർ ക്യാഷേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ കാർഡ് അക്സെപ്റ്റ് അല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയി ATM-ൽ നിന്ന് പൈസ എടുത്തിട്ട് ഇവരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ പക്ഷെ ഇവർ വളരെ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഭയങ്കര സ്പീഡാണ്. ഏകദേശം 5-10 മിനിറ്റിനുള്ളിൽ ഇവർ മൊത്തം ഇത് കഴിയും. പിന്നെ ഏതൊക്കെയോ ലിക്വിഡൊക്കെ ഇട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാക്കിയ ഒരു വണ്ടി നമുക്ക് തരുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാനും അടിപൊളിയാണ്. അങ്ങനെ എല്ലാം അടിപൊളി. ഭയങ്കര സ്പീഡിലാണ് ആശാന്മാരുടെ പരിപാടി. എന്നാ ചെയ്യാനാണ്. കണ്ടോടി നമ്മൾ വണ്ടിക്കകത്തിരുന്നാൽ മതി, ഇതിങ്ങനെ അടിച്ച് കഴിക്കോളൂ.
ആരെയാ കണ്ടോണ്ടിരിക്കുന്നത്? ഹണി ചേച്ചിയാണോ? ഒന്ന് കാണിച്ച വീഡിയോ എടി, ഒന്ന് കാണിച്ചേടി ആ വീഡിയോ. ഹണി റോസിന്റെ വീഡിയോ ഒന്ന് കാണിച്ചേ. ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഇപ്പൊ നമ്മുടെ വീഡിയോ ആയിട്ട് നമുക്ക് 7 pounds. ഇപ്പൊ നാട്ടിലെ ഒരു 700 രൂപ കൂടുതല. ഇപ്പൊ ഏകദേശം നമ്മുടെ കാർ വാഷൊക്കെ കഴിഞ്ഞു. അങ്ങ് അതൊക്കെ മാറി അത് പറഞ്ഞു. നല്ല തിളക്കമൊക്കെ ആയി. അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ കാർ വാഷും കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു. എന്നാൽ ശരി, ബായ്.